കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴ ആരോപണത്തിൽ ദുരൂഹത ആരോപിച്ച് മരിച്ച വിധികർത്താവ് PN ഷാജിയുടെ കുടുംബം. ഷാജി പണം വാങ്ങിയിട്ടില്ലെന്നും കേസിൽ കുടുക്കിയതാണെന്നും അമ്മയും സഹോദരനും പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചെത്തിയപ്പോൾ മുഖത്ത് പാടുകൾ ഉണ്ടായിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് കണ്ണൂർ ചൊവ്വയിലെ വീട്ടിൽ ഷാജിയെ വിഷം കഴിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേരള സർവകലാശാല കലോത്സവത്തിലെ മാർഗംകളി മത്സരത്തിന്റെ വിധി നിർണയത്തിനായി കോഴ വാങ്ങിയെന്ന ആരോപണമുയർന്ന വിധികർത്താവ് ഷാജിയെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. കേസിലെ ഷാജി ഉൾപ്പെടെയുള്ള 3 പ്രതികളോടും ഇന്ന് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ നോട്ടീസ് നൽകിയിരുന്നു. ഇതിനിടെയാണ് ഷാജിയുടെ ആത്മഹത്യ. ഷാജി പണം വാങ്ങിയിട്ടില്ലെന്നും മകനെ കുടുക്കിയതാണെന്നും ഷാജിയുടെ മാതാവ് ലളിത പറഞ്ഞു. അമ്മേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ കാലും മുടിച്ച് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ടാന്ന് പറഞ്ഞു. അമ്മ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഈ 3 ദിവസവും ഇതന്നെ പറയല്. സംഭവത്തിന് ശേഷം വീട്ടിലെത്തിയപ്പോൾ ഷാജിയുടെ മുഖത്ത് പാടുകൾ ഉണ്ടായിരുന്നതായി സഹോദരൻ അനിൽകുമാർ. കേസിൽ ദുരൂഹതയുണ്ടെന്നും അനിൽകുമാർ ആരോപിക്കുന്നു. അപ്പോൾ പാട് കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിനി അവരെന്തെങ്കിലും ചെയ്ത് ദേഹോത്രം ചെയ്തിനോ ഇല്ല എന്നുള്ളൊരു മറുപടിയാണെന്ന് പറഞ്ഞത്. അത് നല്ല ഇതിലല്ലോ എന്നോട് പറഞ്ഞത്. ഞാനിതിൽ നിരപരാധി എന്നെ പല ആളും സമീപിച്ചിനി, എന്നെ വിളിച്ചിനി, എൻ്റെ അടുത്ത ആൾക്കാരനെ ഞാൻ ഇത് ചെയ്തിരുന്നതും പറയുന്നത്. കുടുക്കിയതാന്ന് പറഞ്ഞത് അടുത്ത സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞത്. ഷാജിയുടെ മൃതദേഹം കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിരിക്കുകയാണ്. ഷാജിയെ കുടുക്കിയതാണെന്ന് കുടുംബം കൂടി ആരോപണമുയർത്തിയതോടെ കേസിലെ ദുരൂഹത വർദ്ധിക്കുകയാണ്. പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി വ്യക്തമാകേണ്ടത്. റിപ്പോർട്ടർ അർജുൻ കല്യാൺ, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.